ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് നമുക്ക് വീട്ടിലൊക്കെ ബാലൻസ് വരുന്ന ചോറ് കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പൊറോട്ടയൊക്കെ മാറി നിൽക്കും കേട്ടോ. അത്രയും ടേസ്റ്റുള്ള ഒരു ചപ്പാത്തിയാണ്. നമുക്ക് എപ്പോഴും പൊറോട്ട കടയിൽ നിന്ന് വാങ്ങാൻ പറ്റില്ല, എന്നാൽ വീട്ടിലുണ്ടാക്കുന്ന ഒരുപാട് റിസ്ക്കുമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് പൊറോട്ട കഴിക്കാൻ പൂതിയാകുമ്പോൾ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ചപ്പാത്തിയാണ് കേട്ടോ, നല്ല ലെയറായിട്ടുള്ള. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ് നിറയെ ചോറെടുത്തിട്ടുണ്ട്. അതിലേക്കൊരു കോഴിമുട്ടയും കൂടെ കൂട്ടിയിട്ട് നന്നായി പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക. അപ്പോൾ അതാ ഞാൻ ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മൈദപ്പൊടി, ഞാൻ ഇവിടെ കുറച്ച് പഴക്കമുള്ളതായതുകൊണ്ട് തരിച്ചിട്ടാണ് മൈദപ്പൊടി എടുക്കുന്നത്. ഇനി അതിലേക്ക് കുറച്ച് ഉപ്പും 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഓയിലും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു 2 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ചോറിൻ്റെ മിക്സും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് എല്ലാ ഭാഗത്തേക്ക് ആവുന്നത് പോലെ മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ വേണം കേട്ടോ, എല്ലാ ഭാഗത്തേക്കും എത്തണേ നമ്മൾ ആ ചോറിൻ്റെ മിക്സ്. അതിനുശേഷം നമുക്ക് നല്ലപോലെ കുഴച്ചെടുക്കാം. നമ്മൾ ചപ്പാത്തിയൊക്കെ കുഴച്ചെടുക്കുന്ന അതേ ഒരു രൂപത്തിൽ വേണം കേട്ടോ കുഴച്ചെടുക്കാൻ. അതിനുശേഷം നമുക്കൊരു 10 മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി നമുക്ക് ഇത് ചെറിയ ബോൾസ് ആക്കിയിട്ട് ഒന്ന് പരത്തിയെടുക്കുക. പരത്തിയെടുത്തതിന് ശേഷം ഒരുപാട് ഓവറായിട്ട് തിന്നായിട്ട് പരത്തരുത് കേട്ടോ. കുറച്ച് കട്ടിയുള്ളപ്പോൾ തന്നെ നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ബ്രഷ് ചെയ്ത് കൊടുക്കുക. എണ്ണ അല്ലെങ്കിൽ ബട്ടറോ ഗീയോ ഏതെങ്കിലും ഒന്ന് നമുക്ക് ബ്രഷ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം കുറച്ച് മൈദപ്പൊടിയും കൂടെ മുകളിൽ വിതറി കൊടുക്കുക. പിന്നെ വീണ്ടും മടക്കുക, 2-3 ഭാഗം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് മടക്കി കൊടുക്കുക. വീണ്ടും ഇതേ രീതിയിൽ പരത്തിയെടുക്കുക. ഇനി നമുക്ക് എണ്ണ ആക്കിയിട്ട് ചുട്ടെടുക്കുക. എണ്ണ ആക്കാണ്ടേയും ചുട്ടെടുക്കുക കേട്ടോ. പക്ഷേ ഒന്നും കൂടെ ടേസ്റ്റ് നമുക്ക് ഇതിലേക്ക് ഓയിലോ ബട്ടറോ ഗീ എന്തെങ്കിലും ആക്കിയിട്ട് ചുട്ടെടുക്കുന്നതാണ്. ഇവിടെ ചുട്ട് എടുക്കാൻ നേരമില്ല, അപ്പോഴേക്കും മക്കൾ ഇത് തിന്നാൻ റെഡിയായി നിൽക്കുകയാണ്. അത്രയും ടേസ്റ്റാണ് കേട്ടോ. ഞാൻ വെറുതെ പറയല്ല കേട്ടോ, നല്ല ടേസ്റ്റുള്ള ഒരു ചപ്പാത്തിയാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ചിക്കൻ കറി ബീഫ് കറീൻ്റെ ഒക്കെ കൂടെ. ഇനി അതുമല്ല, വെറുതെ കഴിക്കാം, നമുക്ക് ചായയുടെ കൂടെ വെറുതെ കഴിക്കാൻ പോലും ടേസ്റ്റുള്ളൊരു സംഭവമാണ് കേട്ടോ. അപ്പോൾ അതാ ഞാൻ ഇത്രയും ഇവിടെ ചുട്ടിട്ടുണ്ട്. ഇവിടെ മക്കളും എല്ലാവരും ഇതിൻ്റെ ഒരു ഫാനാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക ഈ ചപ്പാത്തി. അതിനുശേഷം ഇതിൻ്റെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ബായ്.